Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. റീൽസിലൊക്കെ കാണില്ല ഇങ്ങനെ വയറൊക്കെ തലവടി വയറിലൊക്കെ ഒരു താങ്ങ് കൊടുത്തൊക്കെ നടക്കുന്നു, വയറ്റിലുള്ള കുഞ്ഞിനോട് സംസാരിക്കുന്നു, അങ്ങനത്തെ ഒക്കെ നമ്മൾ കാണാറില്ലേ. എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അക്കിക്ക് പോവാം, അക്കിക്ക് ഇഷ്ടമുള്ളിടത്ത് എവിടെ എപ്പോ വേണമെങ്കിലും പോവാം. അക്കിക്ക് ആ പ്രശ്നമില്ല. ഡാഡ് ഗിൽറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, എല്ലാം മോം ഗിൽറ്റ് ആണ്. ഞാൻ അപ്പൊ തന്നെ ഒരു ദിവസം പറഞ്ഞില്ല കേട്ടോ. ഞാൻ പിന്നെ മേ ബി ഒരു 1 or 2 weeks ഒക്കെ കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ചിന്തിച്ചോണ്ടിരുന്നു അത് ശരിയാവും. ഞാൻ അവിടെ പോയി സ്ഥിരം പോകും. കാരണം എനിക്ക് എവളെയും കാണാൻ, എൻ്റെ കൊച്ചിനെ കാണും. അപ്പം ഞാൻ പോവും. പോയതിനു ശേഷം കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും. സത്യം പറഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫും രണ്ടാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. അമ്മയുടെ ഒരു മെന്റൽ പീസ് ആരും അത്രയ്ക്ക് അങ്ങോട്ട് കണക്കിലെടുത്തിട്ടില്ല. ഇപ്പം ഡെലിവറി കഴിഞ്ഞ ശേഷം എല്ലാവരും കുഞ്ഞിനെന്താണ് ബെസ്റ്റ് അത് മാത്രമേ നോക്കുന്നുള്ളൂ. കുഞ്ഞുങ്ങൾ തന്നെ നമ്മളെ കരയിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യും, പേടിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യും. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു ദ ഷോ. ഇന്നത്തെ ഷോ ഭയങ്കര ഒരു ഹൈ സ്ട്രെസ്സിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്ന ഷോ ആണ്. കാരണം ഇവിടെ നമ്മുടെ ഒരു സ്പെഷ്യൽ അതിഥി എത്തിയിട്ടുണ്ട്. ദി യങ്ങസ്റ്റ് ഗസ്റ്റ് ഓൺ അവർ ഷോ. ലെറ്റ്സ് വെൽക്കം ത്രാൻ ടു ദ ഷോ. അല്ല, വെൽക്കം ഗ്രീഷ്മ, വെൽക്കം അഖിൽ. നമ്മളിങ്ങനെ വളരെ പൊളൈറ്റായിട്ട് ലോ ആയിട്ട് സംസാരിക്കാൻ പോവാണ്. കാരണം കക്ഷി കിടന്ന് ഉറങ്ങുവാണേ. എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ വയലന്റ് ആവും. തുടക്കത്തിൽ തന്നെ ഷോ കൂട്ടിക്കെട്ടേണ്ടി വരും. അതൊന്ന് ചെറുതായിട്ട് ഉറങ്ങുന്നുണ്ട്. അതിന്റെ ഒരു ധൈര്യത്തിൽ നമ്മൾക്ക് സംസാരിച്ച് തുടങ്ങാം. ഗ്രീഷ്മ, വെൽക്കം ടു മദർഹുഡ്. 3 മാസമായി. ഹൗ ഇസ് ലൈഫ്? ലൈഫ് എന്താണ്, കംപ്ലീറ്റ്ലി അങ്ങ് മാറിപ്പോയി. ആ ഡെലിവറിക്ക് തൊട്ട് മുമ്പ് വരെയുള്ള ഞാനേ അല്ല ഇപ്പോ. അതിപ്പോ അഖിൽ കുറച്ചു നേരം മുമ്പ് എന്നോട് പറഞ്ഞു, ആളങ്ങ് മാറി. എന്താ പറയാ, അവനിലേക്ക് അങ്ങ് ചൊരുങ്ങിപ്പോയത്. അക്കിക്ക് തന്നെ ഇടക്ക് വിഷമം വരും. അക്കി ഇങ്ങനെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയും, നിനക്കിപ്പോ എന്നെ ഇഷ്ടമല്ല, എനിക്കിപ്പോ അവനെ ഇഷ്ടം. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇവൻ വരുന്നതിന് മുമ്പ് നമ്മൾ വർത്താനം പറയുന്നു. ചുമ്മാ എന്തെങ്കിലും ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുകയാണ്, അക്കിയുടെ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തുടങ്ങി എന്നെ വിളിക്കും. അന്നത്തെ ഒരു ഫുൾ ഡേ അപ്ഡേറ്റ്സ് എനിക്ക് ഇങ്ങനെ തന്നോണ്ടേ ഇരിക്കും. അങ്ങനത്തെ ഒരാളാണ് അക്കി. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റാറില്ല. സൈലന്റ് ആയിരിക്കും ഫോൺ സൈലന്റ് ആയിരിക്കും. അയ്യോ, ഇവന് എനിട്ടാ പ്രശ്നമല്ലേ. അതെ, അപ്പൊ അക്കി വിളിക്കുമ്പോ എനിക്ക് എടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴോ ഒക്കെ ആയിരിക്കും ഞാൻ തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ അക്കിക്ക് അത് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഇപ്പൊ അങ്ങോട്ട് അതെപ്പോഴും പറയാറുണ്ട്, ആണുങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു വ്യത്യാസം. ഷിഫ്റ്റ് വരുമ്പോ പെട്ടെന്ന് ഒറ്റപ്പെടലുണ്ടാവുക എന്ന് പറയാം. ഒന്ന് അവളുടെ വീട്ടിലാണ്, പിന്നെ ഞാൻ എൻ്റെ വീട്ടിലല്ല, ഞാൻ അല്ലാതെ താമസിക്കുന്നതല്ലേ, ഒറ്റയ്ക്കുമാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷം വന്നാലോ ഇവളെ പെട്ടെന്ന് വിളിച്ചറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ചെറുതായിട്ട് ഒലിപ്പിച്ചൊക്കെ സംസാരിക്കത്തില്ലേ, ഡീ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ ഒക്കെ വെച്ചിട്ട് പോകാൻ എനിക്ക് ഭ്രാന്തം എന്നൊക്കെയാണ് ചിരിക്കുന്നത്. എന്താ നീ ചിരിച്ചേ? അവളും അങ്ങനെ ദേഷ്യപ്പെടും. നിങ്ങൾ എത്ര ഗ്യാപ്പ് ഉണ്ട്? കല്യാണം കഴിഞ്ഞാൽ എത്ര നാളായി? ഞാൻ 4 months പ്രഗ്നന്റ് ആയി. അല്ലേ, പ്രായമായിട്ട് വരുമല്ലേ ആർക്ക്? അവക്ക് എനിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്ലാൻഡ് അല്ല. എന്നാലും ഗ്രീഷ്മയ്ക്ക് അത് ഞാൻ ആ ഇന്റർവ്യൂല് കണ്ടിരുന്നു. ഗ്രീഷ്മ പറയണ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു. കാരണം ഭയങ്കര ഒരു സന്തോഷം തോന്നിയില്ലായിരുന്നു, എന്നാ അങ്ങനെ സങ്കടമില്ല. ഭയങ്കര കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിരുന്നു. എന്നെ കൊണ്ട് പറ്റുമോ? കാരണം ഞാനൊരു റിസർച്ച് എന്നല്ല ഞാൻ പറയണ, ഒന്നും ഇതിനെ പറ്റി ഒരു പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു. പിന്നെ വന്നപ്പോ ഇനിയിപ്പോ രക്ഷയില്ല. ഇപ്പൊ എന്തായാലും നമുക്കത് കൊണ്ടുപോയേ പറ്റുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കല്യാണത്തിനൊക്കെ മുമ്പ് എനിക്ക് പ്രസവിക്കാന്നൊക്കെ പറയുന്ന ഒരു തരം പേടിയുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ആ ഒരൊറ്റ കാരണമാണ് 1-2 കല്യാണാലോചനകളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുമുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്താ, പിന്നെ എൻ്റെ ഒരു നേച്ചറും അങ്ങനെ ഒരു മദർഹുഡിനൊക്കെ പറ്റിയ നേച്ചറാണോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ മനസ്സിപ്പം വന്നു കഴിഞ്ഞ പിന്നെയാണ് ടോട്ടലി ഞാനങ്ങ് മാറി. പറയും ഞാനേ അല്ല ഇപ്പോ ഒരു അമ്മ ഫീലൊക്കെ. എനിക്ക് പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്കത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ അമ്മ ഫീലില്ലേ, ഇപ്പൊ നമ്മള് റീൽസിലൊക്കെ കാണില്ല ഇങ്ങനെ വയറൊക്കെ തലവടി വയറിലൊക്കെ ഒരു താങ്ങ് കൊടുത്തൊക്കെ നടക്കുന്നു, വയറ്റിലുള്ള കുഞ്ഞിനോട് സംസാരിക്കുന്നു, അങ്ങനത്തെ ഒക്കെ നമ്മൾ കാണാറില്ലേ. എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇടയ്ക്ക് എൻ്റെ അമ്മയോട് ചോദിക്കും, അമ്മ എനിക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഇല്ല, ഇനിയിപ്പോൾ കൊച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് ആ കൊച്ചിനെ ഇഷ്ടപ്പെടാനൊക്കെ പറ്റുമോ? അപ്പം അമ്മ പറഞ്ഞു,
പറഞ്ഞു ഞാനും ഇങ്ങനെ തന്നെ ഇരുന്ന്, നീ ജനിച്ച് നിന്നെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പോലും ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പിന്നെയും തിരിഞ്ഞു കിടന്ന് തുടങ്ങിയതാണ് എൻ്റെ എന്നോട് പറഞ്ഞത്. അതെ, അപ്പം പിന്നെ അപ്പം കുഴപ്പമില്ലായിരിക്കും, നമുക്ക് പറ്റുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച്. ബട്ട് വൺസ് ഇവൻ വന്നു കഴിഞ്ഞാൽ ആ മൊമെന്റിൽ ഇവനെ ഞാൻ കണ്ട ആ ഒരു മൊമെന്റ് തൊട്ടിട്ട് ഞാൻ വന്നു, ആ ബോണ്ട് വന്നു. ആ വെരി ഫസ്റ്റ് മൊമെന്റ് എനിക്കത് വന്നു. ചേച്ചി ഇവർക്ക് ആൺകൊച്ചു വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഭയങ്കര ആഗ്രഹമായിരുന്നു. നിങ്ങളുടെ ഒരു റീലും ഉണ്ടായിരുന്നല്ലോ, എനിക്ക് പെൺകൊച്ചു വേണമെന്ന്. എനിക്ക് പക്ഷെ കിട്ടിയില്ല. ഡെലിവറിക്ക് കൂടെ ഉണ്ടായിരുന്നു. What was it like seeing your wife going through the delivery pains? പറയാ ഞാൻ എനിക്ക് ആദ്യം ഉണ്ടല്ലോ ഈ ഡെലിവറിക്ക് കൂടെ കയറണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫസ്റ്റ് എന്താ ദിയരൊരു ഇത് കണ്ടായിരുന്നു നമ്മൾ, ആ ഡെലിവറി വ്ളോഗ് കണ്ടപ്പോൾ ടെൻഷനായി. അത് കണ്ടപ്പോൾ ടെൻഷനായി. അപ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം ഉണ്ടെന്ന് ഞാൻ കാണിക്കും, പക്ഷേ ഈ ബ്ലഡ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ആരായാലും ചെറുതായിട്ടൊന്ന് പാനിക്കാവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ കയറാം, ഇവക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതി എൻ്റെ മൈൻഡിൽ. ആൾക്കാർ പറഞ്ഞില്ലേ പോവണ്ട, അങ്ങനെ ഒരു കുറച്ചുപേരൊക്കെ പറഞ്ഞു അത് വേണ്ട, പക്ഷെ ഞാൻ എന്തായാലും അവള് കയറല്ലേ, അവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളെന്താ അങ്ങനെ കളയുന്നത്. അപ്പോൾ ഞാൻ കയറി, അറിഞ്ഞിരിക്കണമല്ലോ ഇത് പരിപാടിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ആദ്യം കുറേയൊക്കെ ഓക്കെ ആയിരുന്നു. ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ പെയിൻ വരും, എപ്പിഡ്യൂറൽ എടുത്താലും ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പെയിൻ വരുന്നത്. അപ്പോഴൊക്കെ ഞാൻ സമാധാനിച്ചു. പക്ഷേ ഈ ആ ഒരു ടൈം ഒരു 3:30 അടുപ്പിച്ചായപ്പോൾ ഇവളിങ്ങനെ പുഷ് ചെയ്യാൻ തുടങ്ങി സിസ്റ്റർമാർ. ഒരു സിസ്റ്റർക്ക് ഇവിടെ വയറ്റിൽ അതായത് ഞാൻ എൻ്റെ വയറ്റിലോട്ട് പ്രഷർ വന്നിട്ടേ ഞാൻ എനിക്ക് നോക്കിയാൽ സൗണ്ട് അറിയുന്നത്, അമ്മ കരച്ചിലായിരുന്നു. ലാസ്റ്റ് വീഡിയോ വരുമ്പോഴാണ് ഞാൻ അതൊക്കെ കാണുന്നത്. അമ്മ അവിടെ നിന്ന് കരച്ചിലായിരുന്നില്ല, എന്നെ ഇങ്ങനെ പ്രഷർ ചെയ്യുന്ന കണ്ടിട്ടേ. ഞാൻ ലാസ്റ്റ് ഞാൻ പറയും മതി വാ പോവാന്ന് അങ്ങനെ ഞാൻ തിങ്ക് ചെയ്തു, കാരണം ഞാൻ ടെൻഷനായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വന്നു പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എനിക്ക്. പക്ഷെ അങ്ങനെ അധികം നേരം എടുത്തില്ലായിരുന്നു, കാരണം ചിലവരൊക്കെ പറയില്ല 12 hours ഒക്കെ അല്ലേ പെയിൻ. പക്ഷെ എനിക്ക് അന്ന് മോർണിംഗ് ഞാൻ അഡ്മിറ്റായി, എനിക്ക് ടാബ്ലറ്റ് തന്നു, ഉടനെ എല്ലാം ഷട്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ഡയലേഷനൊക്കെ സംഭവിച്ച് എല്ലാം. എന്നെ അങ്ങനെ അധികം വേദന തിന്നവൻ ആയതുകൊണ്ട് എനിക്കിത് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തേയില്ല, എന്താണ് വേദന എന്നൊന്നും അറിയില്ല. സർജറിയുടെ വേദന മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഈ ഡിസിഷൻ എടുക്കുക ടു കൈൻഡ് ഓഫ് ഫിൽം ദ പ്രോസസ്, was that a big decision to take? കുറെ ആലോചിച്ചിരുന്നു അതിനെക്കുറിച്ച്? ഇല്ല, എനിക്കത് ഇവനൊന്ന് മെച്ചുവറായി കഴിയുമ്പോൾ എനിക്ക് ഇവനെ കാണിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അണ്ടർഗോ ചെയ്ത ഒരു പ്രോസസ്സ്, ഇവനെ ലോകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ അണ്ടർഗോ ചെയ്ത പ്രോസസ്സ് ഇവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനത്. അതിൽ ഇപ്പം ഞാൻ ആ ബ്ലോഗ് ഇട്ടതിന് പകുതി മുക്കാലും ഇല്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ അതിലുള്ളൂ. അത് ഇവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ബർത്തിങ് സ്യൂട്ട് ഞാൻ ചൂസ് ചെയ്ത് തന്നെ അതുകൊണ്ടാണ്. അത് അതിൽ ഫിലിം ചെയ്തിട്ട് ഇവനൊരു 18 വയസ്സാകുമ്പോൾ ഇവനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് മെയിനായിട്ട് എടുത്ത് വെച്ചത്. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയായാലും ഇപ്പം എന്തേലും വഴക്കോ എന്തേലും ഉണ്ടാകുമ്പോൾ അവർ പറയും ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ചതാണ്. അപ്പോൾ അവർ പറയുമ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ഒക്കെ ഉണ്ട് നമുക്ക് ആ ഒരു ഫീൽ. പിന്നെ ഇത് സ്ഥിരം കേൾക്കുമ്പോൾ ഇതാണല്ലോ. എനിക്കും അറിയില്ല എന്താണ്, എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് വന്നാൽ എനിക്കത് പറയണ്ട, 10 മാസം പറയണ്ട, കാണിച്ചു കൊടുക്കാം, വീട് എത്ര വേദന തന്നു എന്നുള്ളത്. പക്ഷെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ ഏറ്റവും ഒരു അമ്മയ്ക്ക് അണ്ടർഗോ ചെയ്യേണ്ട ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് ഫോർ യു ഗ്രീഷ്മ? ടോട്ടലി നമ്മളല്ലാതാവുകയാണ്. ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന പലതും ഞാനിപ്പോൾ ചെയ്യുന്നില്ല. എൻ്റെ ലൈഫ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇവനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ഇവൻ്റെ ടൈം ടേബിളാണ് എൻ്റെ ടൈം ടേബിള്. ഇപ്പം ഞാൻ വീഡിയോസ് ചെയ്യുന്ന പോലും എനിക്കിപ്പോൾ പറ്റാറില്ല. എന്നെ അക്കി വളരെ പ്രഷർ ചെയ്താണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യിക്കുന്നത്. എനിക്ക് തോന്നാറില്ലേ, ഇപ്പം എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഒക്കെ പലപ്പോഴും ഞാനാണ് കോണ്ടന്റ്സ് കൊണ്ടുവരിക വീഡിയോസിന്. ഇപ്പം എനിക്ക് ബ്ലാങ്ക് ആണ്, ഞാൻ ഫുള്ളി ബ്ലാങ്ക് ആണ്, എനിക്ക് ഒന്നും കിട്ടൂല. അക്കയാണ് എന്തെങ്കിലും ഒക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് ചെയ്യുന്ന അക്ക എന്തെങ്കിലും കോണ്ടന്റ് കൊണ്ടുവരും, ഞാനത് ചെയ്യും. ഞാൻ വീണ്ടും ബാക്ക് ടു ഇവൻ്റെ ഒരു സ്കെഡ്യൂളിലേക്ക് ഞാൻ പോകും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ലൈഫ്. അപ്പം എനിക്കത് ചില നേരത്തെ എനിക്കത് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വരും. കാരണം ക്രിയേറ്റീവായിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ, എന്തിലെങ്കിലൊക്കെ ആയിട്ട് ഇൻവോൾവ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്കത് പറ്റുന്നില്ല. ഗ്രീഷ്മയുടെ കണ്ടന്റ് ഇതിന് മുമ്പ് ഞാനിപ്പം ഈയിടയ്ക്കായിട്ടാണ് ഞാൻ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അത് സെൻറ്റർഡ് അറൗണ്ട് എന്തായിരുന്നു ബിഫോർ അഖിൽ കെയിം ഇൻ ടു യുവർ ലൈഫ്?
എനിക്ക് ശരിക്കും എൻ്റെ ഒരു കോണ്ടന്റ് എൻ്റെ ലൈഫ് തന്നെയാണ്. അതായത് ഒരു കാലം വരെ ഞാൻ ഒരു സിഗ്മ ഫീമെയിൽ ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് ആണ് ഞാൻ, സിംഗിൾ സിഗ്മ ഫീമെയിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് ആണ് ഞാൻ കൊണ്ടുവന്നിരുന്നത്. ഹാക്കി വന്നു കഴിഞ്ഞപ്പോൾ നേരെ അതൊരു മാറി, കപ്പിൾ സിംഗിളും മാറി. അപ്പൊ എനിക്ക് ഞാൻ എൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പോ ഒക്കെ ആ വീഡിയോസിലൊക്കെ എന്തോരം കമൻസ് ആണെന്ന് പറയുന്നത്, ഞങ്ങളെ പറ്റിച്ചില്ല, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്, മറ്റേ സിംഗിൾ അസോസിയേഷനിൽ നിന്നൊക്കെ നിങ്ങൾ പിരിച്ചു വിട്ടിരിക്കുന്നത് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ കമൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പം എൻ്റെ ഓഡിയൻസിന് ശരിക്കും എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ആ ഒരു ടൈമിൽ അറിയാൻ പറ്റും. ലൈക്ക് ഒരു കാലത്ത് ഞാനൊരു സിഗ്മ അങ്ങനത്തെ കോണ്ടന്റുകൾ ചെയ്തു, അത് കഴിഞ്ഞ് ഞങ്ങൾ കപ്പിൾ റിലേറ്റഡ് കോണ്ടന്റ് ചെയ്തു, അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയ സമയത്ത് പ്രഗ്നൻസി റിലേറ്റഡ് കോണ്ടന്റ് ചെയ്തു, ഇപ്പോൾ കുട്ടി വന്നാൽ പിന്നെ കുട്ടി റിലേറ്റഡ് കോണ്ടന്റുകൾ ചെയ്യുന്നു. അതാണ് ഞാൻ എൻ്റെ ശരിക്കും എൻ്റെ ഒരു ലൈഫ് തന്നെയാണ് ഞാൻ വീഡിയോസിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിയുമ്പോൾ നമ്മുടെ ബോഡി അണ്ടർഗോ ചെയ്യുന്ന ഒരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് ആണ് ശരിക്കും പലപ്പോഴും പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രസവമൊക്കെ കഴിയുമ്പോൾ ആ ഒരു ചേഞ്ചുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ലൈക്ക് ഇറ്റ് ഡസൻ ഫീൽ ലൈക്ക് യുവർ ബോഡി എനിമോർ. അല്ല, എന്തോ ഒരു ഭയങ്കര ഒരു ഷേപ്പിലോ എല്ലാ നമുക്ക് മനസ്സിൽ തന്നെ അതൊരു വേറൊരു രൂപമായി മാറും, നമ്മുടെ രൂപം തന്നെ വേറെയായി മാറും. ഡിഡ് യു ഫീൽ ദാറ്റ് as well? Because the reason I'm talking about it is also ഗ്രീഷ്മ, കാരണം പലപ്പോഴും തുറന്നു പറയാൻ ആൾക്കാർ മടിക്കും. നമ്മുടെ ഒരു സമൂഹത്തിൽ ഇതിനെ എല്ലാത്തിനെയും ഈ മദർഹുഡ് ആണെങ്കിലും എല്ലാത്തിനെയും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പക്ഷെ അതിൻ്റെ ഡിഫിക്കൽട്ട് സൈഡ്സിനെ കുറിച്ച് ആരും സംസാരിക്കാറില്ല. ഇപ്പോഴാണ് പിന്നെയും വി ഹാവ് എ കോൺവെർസേഷൻ അബൌട്ട് ഓൾ ദിസ്. എന്ന് വെച്ചാൽ ഇപ്പം ഈ മദർഹുഡിന് ഒരു ഭയങ്കര ഒരു ഡിവൈൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത് ഭയങ്കര ഒരു മാതാപിതാ ഗുരുദേവ് ഫസ്റ്റ് മാതാവിനെ കൊണ്ടുവച്ചു, അപ്പൊ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ഡിവിനിറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമ്മമാർക്ക് ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിനെങ്ങനെയാണ് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പേടിയുണ്ട്. ഇപ്പൊ എനിക്ക് പോലും ഇപ്പൊ ഞാൻ പുറത്തു പൊക്കോട്ടെ എന്ന് എനിക്കിപ്പോ ചോദിക്കാൻ നല്ല അത് ഗിൽറ്റാണ്. ഒറ്റയ്ക്ക് പുറത്ത് പോകുന്നത് ശരിയാണോ എന്നുള്ളൊരു തോട്ട് എൻ്റെ, പക്ഷെ അതേ തോട്ട് അക്കിക്കില്ല. അക്കിക്ക് പോവാം, അക്കിക്ക് ഇഷ്ടമുള്ളിടത്ത് എവിടെ എപ്പോ വേണമെങ്കിലും പോവാം, അക്കിക്ക് ആ പ്രശ്നമില്ല. ഡാഡ് ഗിൽറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല, എല്ലാം മോം ഗിൽറ്റാണ്. എനിക്കിപ്പോ അങ്ങനെ എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ ഞാൻ ചിന്തിക്കും, പോണോ, പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ. പണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, എനിക്ക് എവിടെ വേണമെങ്കിലും പോകാൻ എൻ്റെ ഇഷ്ടത്തിന് എനിക്കൊരു സ്കൂട്ടി ഉണ്ട്, അത് ഓടിച്ച് ഞാൻ എവിടെ വേണമെങ്കിലും നടക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എനിക്ക് ഡബിൾ ട്രിപ്പിൾ തോട്ട്സ് ആണ്, ഞാനത് പോകണോ, എനിക്ക് പോയി കഴിഞ്ഞാൽ. കാരണം ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ സമയത്ത് ഇവനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ബ്രസ്റ്റ് ഫീഡ് ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് ഇവന് ഫോർമുല ഫീഡ് കൊടുക്കേണ്ടി വരും. ഫോർമുല ഫീഡ് കൊടുത്താൽ അതിനും കുറ്റം പറയുന്ന ആളുകളുണ്ട്. അപ്പം ശരിക്കും ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് നല്ലത്. ആ സമയത്ത് അങ്ങനത്തെ കുറെ തോട്ട്സുകൾ എനിക്ക് വരും. ഒരു സ്ഥലത്തൊന്ന് ഫ്രീ ആയിട്ട് പോകാൻ പോലും എനിക്ക് പറ്റില്ല. അതാ പിന്നെ കണ്ണാടി നോക്കാം, ഞാൻ കണ്ണാടി നോക്കാറില്ല. ഇപ്പോൾ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഞാനല്ല ആ നിൽക്കുന്നത്, മുടിയൊക്കെ പറിച്ചിട്ട് എന്തോ ഒരു രൂപം നിൽക്കുന്നത്. ഈവൻ എൻ്റെ വയറ് പോലും ഡെലിവറി കഴിഞ്ഞിട്ട് വയറ് പോലും ചുരുങ്ങിയിട്ടില്ല, സ്ട്രെച്ച് മാർക്സ് ഉണ്ട്. മൊത്തത്തിൽ ഞാനല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. പിന്നെ എനിക്ക് ആകെ ഉള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇവൻ തന്നെയാണ്. ഇവനെ കാണുമ്പോൾ ഇവൻ്റെ ഒരു ചിരിയുണ്ട്, അത് മാത്രമാണ് ഇപ്പോൾ ആകെയുള്ളൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ അതോടെ അതല്ലാണ്ട് ഇപ്പം ഈ ഫേസ് പറയാൻ ഭയങ്കര ടഫാണ്. എന്തോ വായിച്ചിട്ട് ഞാനൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല. അത് വെച്ചാൽ എൻ്റെ അമ്മ കൂടെ ഉണ്ട്, അക്കി കൂടെ ഉണ്ട്. ഇപ്പം അക്കി എൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകും. ഇപ്പം എനിക്ക് ഗിൽട്ട് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അമ്മ ഹാൻഡിൽ ചെയ്തു. അപ്പം അമ്മ ഹാൻഡിൽ ചെയ്യുമെന്ന് പറയുമ്പോൾ അമ്മ അതിന് കുറ്റമൊന്നും പറയില്ല, ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് വാന്ന് പറയും. ഇവരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് ഈ 3 months ഞാൻ കഴിച്ചു കൂട്ടി. പക്ഷെ എനിക്ക് ഇപ്പോഴും പേടിയുണ്ട്, കാരണം ഇപ്പോൾ അമ്മയുണ്ട്, ബട്ട് ഇതിനി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്ത് കൊടുക്കുന്ന ഒരു സമയം വരുമ്പോൾ എനിക്കത് പറ്റുമോ ഇല്ല എന്നൊക്കെ ഉള്ള പേടി എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ കുട്ടികളെ, അതായത് കുട്ടികളെ വളർത്തുന്ന കാര്യവും എല്ലാ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്ത് വ്ളോഗ് ചെയ്ത് അതൊക്കെ കാണുമ്പോൾ ഗ്രീഷ്മയ്ക്ക് സ്വയമേ എന്താണ് തോന്നുക? ലൈക്ക് can I do this എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാറുണ്ടോ വെൻ യു ഡു ഇറ്റ് ഓൺ യുവർ ഓൺ ഇവൻച്വലി? എനിക്ക് അങ്ങനത്തെ തോട്ട്സ് സത്യം പറഞ്ഞാൽ ഉണ്ടാവാറുണ്ട്. കാരണം ഞാൻ ഫോർ സെയിം റീസൺ ഞാൻ ഈ അങ്ങനത്തെ വ്ളോഗ്സ് കാണലില്ല. എനിക്ക് അറിയില്ല അവർ ചെയ്യുന്ന റിയൽ ആണോ അതോ ഇനി വീഡിയോക്ക് വേണ്ടി അവർ ചെയ്യുന്നതാണോ. ഇപ്പം ഈവൻ റീൽസൊക്കെ എടുത്താൽ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട്
ഇപ്പം ഈ ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ എന്താണ് ചില അമ്മമാർ ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുന്നതിന് ഭയങ്കര ഇതായിട്ട് പറയും. എന്നുവെച്ചാൽ ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്യണം, ഫോർമുല ഫീഡ് കൊടുക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ എനിക്കതൊക്കെ ഭയങ്കര വിഷമമാണ്. എൻ്റെ ഒരു ചില ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്കത് കൊടുക്കാൻ പറ്റാറില്ല, ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഈവൻ ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അവർ ഫോർമുലയ്ക്ക് എതിരാണ്, അവർ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ അവരുടെ കുട്ടിയെ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ അപ്പം ഞാനൊരു മോശം അമ്മയാണോ? ഗ്രീഷ്മ പറയുന്ന കാര്യം ഗ്രീഷ്മയ്ക്ക് മാത്രമേ ആപ്ലിക്കബിൾ അല്ല, എല്ലാ അമ്മമാരും അണ്ടർഗോ ചെയ്ത ഒരു കാര്യമാണ്, ഞാൻ ഉൾപ്പെടെ. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ആദ്യത്തെ മോളുണ്ടായപ്പോൾ എല്ലാവരുടെ ഉപദേശം കേട്ട് കേട്ട് ഞാൻ ബൈ ദ ബുക്കാണ് പോയത്. രണ്ടാമത് എനിക്കുണ്ടായത് ട്വിൻസ് ആണല്ലോ. അപ്പോൾ പിന്നെ രക്ഷയില്ല, നമ്മൾ വി ജസ്റ്റ് ഇവൻച്വലി ഹാവ് ടു മേക്ക് ourselves കംഫർട്ടബിൾ. അപ്പോൾ ഡു വാട്ട് വർക്ക്സ് എന്നുള്ളതാണ്. ആരും എനിക്ക് തോന്നിയിട്ടുണ്ട് അമ്മയുടെ ഒരു മെൻ്റൽ പീസ് ആരും അത്രയ്ക്ക് അങ്ങോട്ട് കണക്കിലെടുത്തിട്ടില്ല. ഇപ്പം ഡെലിവറി കഴിഞ്ഞ ശേഷം എല്ലാവരും കുഞ്ഞിനെന്താണ് ബെസ്റ്റ് അത് മാത്രമേ നോക്കുന്നുള്ളൂ. അതെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. അത് സാരമില്ല, അതൊരു രണ്ടാമത്തെ കുട്ടിയൊക്കെ ആകുമ്പോഴത്തേക്കും സെറ്റ് ആവും ആവുകയാണെങ്കിൽ. അതൊരു വലിയ ചോദ്യം. ഇപ്പൊ അടുത്ത പ്രശ്നം തുടങ്ങിയില്ലേ? അടുത്ത പ്രഷറുണ്ട്. ഇനി അടുത്തത് എപ്പോഴും ഇപ്പൊ 2 കൊല്ലം ഇപ്പൊ എനിക്ക് ഓൾറെഡി എനിക്ക് 30 ആണ്. അപ്പൊ ഇനിയിപ്പോ അടുത്ത കുട്ടി നോക്കണമെങ്കിൽ ഇപ്പൊ 2 കൊല്ലം നോക്കണം. ഇപ്പൊ വയസ്സ് കൂടി വരല്ലേ, അങ്ങനത്തെ പ്രഷറുകൾ. ഞാനല്ല കേട്ടോ പ്രഷർ കൊടുക്കുന്നത്, വ്യക്തമായിട്ട് പറയണേ. അല്ല ഞാൻ പറയണ പൊതുവെ. No, but Akhil, for you, how do you feel your landscape has changed as a father? Because Akhil, ഏറ്റവും pressure is as far as a father is concerned ഇപ്പം നമ്മുടെ സമൂഹത്തിൽ is about providing. Now since you're planning to get into the industry and you're planning to work on your own project, ആ ഒരു ഫേസിൽ നിൽക്കുമ്പോൾ ദിസ് പ്രഷർ ഇസ് വാട്ട് ഇസ് പ്രോബബ്ലി ദ മോസ്റ്റ് ഓൺ യു അല്ലേ? എനിക്ക് അധികം അങ്ങനെ പ്രഷർ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ഇപ്പോൾ എൻ്റെ കൂടെ അല്ലല്ലോ അവൻ. ഞാൻ എല്ലാ ദിവസവും അവനെ പോയി കാണും, കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യും. അവൻ ഉറങ്ങാതിരിക്കുന്നതോ അവൻ്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഞാൻ അറിയുന്നില്ല. അതെല്ലാം അവളാണ്. ഇവൾ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. എൻ്റെ അനുഭവത്തിൽ കിട്ടുന്നല്ലോ. എൻ്റെ അനുഭവത്തിൽ കിട്ടുമ്പോൾ അതെനിക്ക് മനസ്സിലാവും. ഇപ്പം എനിക്ക് അവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു തോട്ടാണ്. എല്ലാ പ്രോസസ്സും മുമ്പായിരുന്നെങ്കിൽ നമുക്ക് നോക്കാം, ഇത് നോക്കിയേ പറ്റുള്ളൂ, പെട്ടെന്ന് ഇമ്മീഡിയറ്റ് കുറച്ച് സ്പീഡപ്പ് ആവും ലൈഫ്, കരിയർ ബേസ് സ്പീഡപ്പ് ആവും. ഹൗ ഡു യു റേറ്റ് ഹിം ആസ് എ ഡാഡ്, ഗ്രീഷ്മ? അത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ 2 പേരും കൂടെ ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് ഞാനൊരു 7 തരാം. എത്ര? 10 7 തരാം. 3 തരാം. അത് ഒരുമിച്ച് ഞങ്ങള് ഹാൻഡിൽ. അത് കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. അത് പിന്നെ അക്കി തോന്നാക്കിണ്ടല്ലോ, കുറച്ച് ഒരു ഭയങ്കര പാനിക്കാവുന്ന ടൈപ്പാണ്. ഇപ്പൊ എൻ്റെ മുഖത്തൊരു കുരു വന്നിട്ട് എന്താ അവിടെ കുരു. അത് അച്ഛന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമുക്കെന്താ നമ്മുടെതല്ലേ, അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ശരിയാവും. അല്ല ഇവന് പറയാൻ പറ്റില്ലല്ലോ, അവൻ എന്താ ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവന് പെട്ടെന്ന് കുരുവോ മുറിവോ എന്താ ഇത് മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവൻ്റെ മുഖം മുറിഞ്ഞു, ഇതെന്താണ് ഇത് ഇങ്ങനെ ഞാൻ ചോദിക്കുന്നത് പെട്ടെന്ന്. ഞാൻ മുറിച്ച പോലെ അപ്പോൾ ഇവർക്ക് അത് പെട്ടെന്ന് കൊള്ളും. അതാണ് സംഭവം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഗ്രീഷ്മയ്ക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ 2 കുട്ടികളെ മാനേജ് ചെയ്യുന്ന പോലെ? അഖിലേട്ടന് അത്ര ഒരു ഭയങ്കര മെച്ചൂരിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ ആള് മെച്ചൂർഡ് ആയിട്ടുണ്ട്. ഒരു അച്ഛൻ ആയി തുടങ്ങിയ പിന്നെ അത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ആളെ സംസാരത്തിൽ, ആള് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഇപ്പം ഞങ്ങൾ 2 പേർക്ക് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോകാമെന്നൊക്കെ ഉള്ളൊരു മൈൻഡാണ്. ഞങ്ങൾ 2 പേര് മാത്രം ഉണ്ടായ സമയത്ത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കുറച്ചും കൂടെ ലൈഫ് പ്ലാൻ ചെയ്യണമല്ലോ. പക്ഷെ ആ പ്ലാനിങ് ഒക്കെ ഇപ്പം ചെയ്യുന്നത് ഒക്കെയാണ്. ഇനി എങ്ങോട്ട് എങ്ങനെ വേണം, ഇവൻ്റെ പേരിൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, അങ്ങനത്തെ പല പല കാര്യങ്ങളും പ്ലാൻ ചെയ്തതൊക്കെയാണ്. ഇപ്പോൾ കുറച്ചൊക്കെ മെച്ചൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. ട്രാവൽ ചെയ്യും ചേച്ചി ഒരുമിച്ച്, ഭയങ്കര ഇഷ്ടം. നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് പോവുക, അങ്ങനെ ഇന്ന കാര്യമൊന്നുമില്ല. പല പല കാര്യങ്ങൾ, ലോകത്തിലെ കാര്യങ്ങൾ ഞാനൊരു മറുവശം പറയട്ടെ. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും ഈ വ്ളോഗ്സിലോ വ്ളോഗ്സ് അല്ല എൻ്റെ ഇൻസ്റ്റയിൽ പലപ്പോഴും ഞാൻ എഴുതുന്നതാണ്, അത് ഒരു കപ്പിൾ ഒരു 3-4 വർഷം ഒരു വീട്ടിൽ താമസിച്ച് സ്വന്തം തമ്മിലുള്ള ഡിഫറൻസസും പ്രശ്നങ്ങളും എല്ലാം ത്രാഷ് ചെയ്ത് അതൊരു കംഫർട്ട് ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടേ യു ഷുഡ് പ്ലാൻ യുവർ ബേബിന്ന്. ഇൻ യുവർ കേസ് ഇറ്റ് ഹാസ് ബീൻ വിത്തിൻ 2-3-4 months ലൈഫ് കംപ്ലീറ്റ്ലി മാറിയിരിക്കുന്നു. How do you respond to something like this? Do you agree? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളത്.
സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഹണിമൂൺ ഫേസ് ജീവിച്ചിട്ടില്ല അധികം. ഇല്ല. ഒരു ഹണിമൂൺ ഫേസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് അക്കി ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ എനിക്ക് കാരണം എനിക്കറിയാം ഇത് ഒരു വൺസ് ഞാൻ മദറായി കഴിഞ്ഞാൽ എനിക്ക് തന്നെ ആയിരിക്കും ലോഡ് കൂടുതൽ എന്നുള്ളത് എനിക്കറിയാം. സത്യം പറഞ്ഞ ജെൻസിന് ചേഞ്ച് കുറവാ. അച്ഛനായി അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇവർ കംപ്ലീറ്റ്ലി മാറണം. ഇവരുടെ ബോഡി ആയാലും ഇവരുടെ എല്ലാ കാര്യങ്ങളും ഇവരുടെ ടൈം ടേബിൾ എല്ലാം മാറില്ലേ ചേച്ചി. ഇപ്പോൾ ഗ്രീഷ്മ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. എനിക്കെപ്പോഴും എനിക്കൊരു നല്ലൊരു എൻവയോൺമെന്റ് വേണം, നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം വേണം. എന്നാൽ മാത്രമേ എനിക്ക് പ്രോപ്പർലി എൻ്റെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എനിക്കതൊക്കെ കിട്ടാറില്ല. അതുകൊണ്ട് ഒക്കെ എൻ്റെ അടുത്ത് പറയും, നീ നിനക്ക് എന്താണ് ചെയ്താൽ. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. അത് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് അങ്ങനത്തെ എൻ്റെ ഒരു തോട്ട് പ്രോസസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. യൂട്യൂബിൽ ഇടാനായിട്ട് എനിക്ക് തോന്നുന്നു 5-6 വ്ളോഗ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. അത് ഞാനാണ് എഡിറ്റ് ചെയ്യേണ്ടത്. എനിക്ക് സമയം കിട്ടുന്നില്ല. എനിക്ക് ഒരു കുറച്ച് ഗ്യാപ്പിട്ട് ഞാൻ കിടന്നുറങ്ങും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ. അതാണ്, കുറച്ച് സമയം കിട്ടി ഞാൻ കിടന്നുറങ്ങും. പിന്നെ എല്ലാവരും പറയുന്നു കുഞ്ഞുറങ്ങുമ്പോൾ അമ്മ ഉറങ്ങണം എന്നാണല്ലോ പൊതുവെ പറയുന്നത്. ഈ ആണുങ്ങളിൽ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവുക അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീഷ്മ, എസ്പെഷ്യലി ഇൻ ദിസ് ഫേസ് ദാറ്റ് യു ആർ ഇൻ? അതെന്ന് വെച്ചാൽ ഇപ്പം കുട്ടിയെ ഒരു കുട്ടി വരുന്നത് ഒരാൾ വിചാരിച്ചിട്ടുണ്ടാവില്ല, രണ്ടുപേരും കൂടിയാണ് കുട്ടി. അപ്പം എപ്പോഴും ഈ കൂടുതൽ ബേർഡൻ സ്ത്രീകളിലോട്ട് വരുമ്പോഴാണ് ഇപ്പം ഇവർക്ക് ഈ പറഞ്ഞ പോലത്തുള്ള ഈ ഡിപ്രഷൻ അങ്ങനത്തുള്ള സ്റ്റേറ്റുകളിലോട്ട് ഇവർ പോകുന്നത്. അപ്പോൾ തുടങ്ങിയേ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് അതായത് കൂടുതലൊന്നും വേണ്ട. ഇപ്പം നമ്മൾ ഒന്ന് ഫോൺ വിളിച്ച് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ കേട്ടാൽ മാത്രം മതിയാവും. ഈ ഡെലിവറി കഴിഞ്ഞാലാണ് ഏറ്റവും പ്രശ്നം. അതായത് നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് വരും. പ്രഗ്നൻ്റ് ആയ സമയത്ത് അത്രയില്ല. ഡെലിവറി കഴിഞ്ഞാൽ ഇത്ര മാസത്തേക്ക് പുറത്തിറങ്ങരുത്, ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ പറയും. പക്ഷെ ഞാൻ 2 ആഴ്ചയിൽ പുറത്തിറങ്ങിയായിരുന്നു. അത് അക്കി ഉള്ളത് കൊണ്ടാണ്. കാരണം ആരെന്ന് പറഞ്ഞാൽ അക്കിക്ക് ഞാൻ കംഫർട്ടായിരിക്കണം, ഞാൻ ഹാപ്പി ആയിരിക്കണം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പം അക്കി എന്നെ പുറത്ത് കൊണ്ടുപോകും. വേറെ ആരും പറയുന്ന അക്കി കേൾക്കില്ല. ഈ പഴയ ആൾക്കാരെല്ലാം ഫോളോ ചെയ്യുന്നത് അവർക്ക് മുമ്പിലുള്ളവർ കാണിച്ചു കൊടുത്ത അതായിരിക്കും. അപ്പോൾ മാറ്റം വരണ്ടേ എല്ലാ കാര്യത്തിലും. ഇപ്പം ഞാനത് കൊണ്ടുപോയെന്ന് എൻ്റെ ഫാമിലിയിലുള്ളവർ അറിഞ്ഞാലും വഴക്ക് പറയും. എന്തിനാ കാണിച്ചത്, അങ്ങനെ ചെയ്തൂടാ, എന്താ ചെയ്താ, ഒന്നുമില്ല ചെയ്യും. പോയി വന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പം ഞാനോട് ഇരിക്കുന്നില്ലേ, എനിക്കൊരു പ്രശ്നമില്ല. അതാണ് ഞാനിപ്പോൾ പണ്ട് ഞാൻ ആങ്കർ ചെയ്തിരുന്ന സമയത്ത് ഏകദേശം 10 വർഷം മുമ്പ് ടെലിവിഷനിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ കാണിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു ഫിനാലെ ആങ്കർ ചെയ്യുമ്പോൾ ഈ വലിയ കഫ്താൻ പോലത്തെ ചുരിദാറൊക്കെ ഇട്ടിട്ട് കവർ ചെയ്ത് പോഡിയം വെച്ചൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷമാണ് ശ്വേത മേനൊക്കെ ശ്വേതയൊക്കെ അങ്ങനെ വന്നതും പിന്നെയാണ് ഈ ട്രെൻഡ് വന്നതും ഓഫ് റെക്കോർഡിങ് ദ ഡെലിവറീസ് ആൻഡ് ദ പ്രഗ്നൻസീസ്. എല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അഖിലിനെ പോലെ ഒരു പക്ഷേ ഈ ഒരു ചേഞ്ച് ഓഫ് സിനാരിയോ അക്സെപ്റ്റ് ചെയ്യുന്ന ആണുങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കുറവാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? കാരണം അഖിലിന് ചുറ്റുമുള്ള ആണുങ്ങളെ, your friends and your cousins, you realize that, you see that, and why do you think you are a little different from the rest? എൻ്റെ കസിൻസ് ആയാലും എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഞാൻ ഡെലിവറിക്ക് കൂടെ കയറി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ വിശ്വസിക്കാൻ പറ്റിയില്ല. എന്തിനാ അങ്ങനെ കയറുന്നത്, അങ്ങനെ കയറാവോ, അതൊക്കെ എന്തോ ഒരു തെറ്റാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് പഴയ ആൾക്കാരുടെ പ്രശ്നമാണ്. വയസ്സിലുള്ള ഡിസയർ കുറയോ എന്നുള്ളതാണ്, ഡിസയർ എലിമെന്റ് കുറയോ. ഇത് ചേച്ചി, ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ തോട്ട് പ്രോസസ് അല്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും. അപ്പം എനിക്ക് എവളാണ് എൻ്റെ മെയിൻ. അപ്പോൾ ഞാൻ എവളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എന്താണെന്ന് എനിക്കത് അറിയണം. എല്ലാ ഞാൻ പറയുന്ന എല്ലാ ആണുങ്ങളും അതൊന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ ലേഡീസിനോടൊരു വാല്യൂ ഉണ്ടാവും, നമ്മൾ റെസ്പെക്റ്റ് ചെയ്തു അവരെ. ഞാൻ ഇത്രയും വലിയ പെയിൻ സഹിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. ഞാൻ ഇറങ്ങി ഓടും. ഞാനിങ്ങനെ സഹിച്ചു നിന്ന് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഞാനത് കാണുമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടപ്പോൾ എനിക്ക് അവരുടെ ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിൽ പേടി എന്താണെന്നറിയോ, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ ഭീകരമായിട്ടുണ്ടാവും. കാരണം നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു ഏരിയയിൽ രക്തം, ഇവിടെ ഇവിടെ കരഞ്ഞിട്ടിരിക്കുന്നു, ഇങ്ങനെ നിന്ന് കറങ്ങുമായിരിക്കും നമ്മൾ. കാരണം നമ്മൾ ഈ പെയിനൊന്നും കാണുന്നില്ല വെച്ചാൽ എൻ്റെ കൈ അന്ന് 2 ദിവസം ഭയങ്കര വേദനയായിരുന്നു. അവൾ ഇങ്ങനെ മുറക്കി പിടിച്ചിട്ട്, അവളുടെ കയ്യിലല്ലേ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവളുടെ പെയിൻ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം ആ പിടുത്തത്തിൽ നിന്ന്.
എനിക്കിതെല്ലാം കണ്ടപ്പോൾ എനിക്ക് അവിടുത്തെ ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. അങ്ങനെ അറിഞ്ഞിരിക്കണം ചേച്ചി. ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്താണ് അഖിലിൽ നിന്ന്? വാട്ട് യു തിങ്ക്? എന്നിൽ നിന്നാണോ? ഐ എം ടോക്കിംഗ്, ഐ എം ആസ്കിങ് ഹർ സമാധാനം. ഇല്ല, ഞാൻ അവളെ ഇങ്ങനെ മുമ്പും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ വട്ടാക്കും. ചുമ്മാ ഈ എന്താ പറയാ അതിന്. അല്ല, എനിക്ക് ശരിക്കും എനിക്ക് അക്കിയുടെ ഒരു പ്രസൻസ് മതി. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇപ്പം അക്കി ഇപ്പം പറഞ്ഞല്ലോ ഡെയിലി വന്ന് പോകുന്നു. ആ ഡെയിലി വന്നാക്കി പോകുന്നു. പോവേണോ എല്ലാ ദിവസവും വരിക പോകും. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ ചൊറിയും. എനിക്കൊക്കെ പോവരുത്, എനിക്ക് അക്കി അവിടെ നിൽക്കണം എന്നാണ്. പക്ഷേ എനിക്ക് നിൽക്കില്ല. അക്കിയുടെ വർക്കിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് അക്കിയുടെ ഒരു പ്രസൻസ് എനിക്ക് എപ്പോഴും വേണം. ഇത് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നിന്നൂടെ എന്തായാലും അവിടെ നിന്ന് ഇവിടെ വരെ ബൈക്ക് ഓടിച്ചോ? അല്ല, നിൽക്കും ചേച്ചി. ഞാനേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ ഓണാക്കുന്നതിൻ്റെ ഫേസ് ആയതുകൊണ്ട് എനിക്ക് കുറേ മീറ്റിങ്സ് ഉണ്ടാവും, കുറേ കാര്യങ്ങളുണ്ടാവും. ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ മറന്നു പോകുന്ന ആളാണ്. ഞാൻ അങ്ങനെ ഫീഡ് ചെയ്തൊന്നും വെച്ചിരിക്കത്തില്ല. അവർ ഓർപ്പിച്ചാൽ ഓർക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഇവളുടെ വീട്ടിൽ ചെന്നിട്ട് പറയും നമുക്കൊന്ന് പുറത്തു പോയാലോ. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാവും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ മീറ്റിങ്ങിൻ്റെ കാര്യം ഓർക്കുന്നത്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഡൈപ്പ് പറയും, എടി അതങ്ങനെ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവളെ കൊണ്ടുപോയിട്ടില്ല. നമുക്ക് ദേഷ്യം വരും. അത് പണ്ടായതെങ്കിൽ ചിലപ്പോൾ എനിക്കത് വരില്ലായിരുന്നേ. പക്ഷെ ഇപ്പം എനിക്ക് ഇങ്ങനെ പോകണമെങ്കിലൊക്കെ അക്കി വേണം. അങ്ങനത്തെ ഒരു മൈൻഡ്. എനിക്ക് ഒറ്റയ്ക്ക് പോകാനുള്ളൊരു മൈൻഡൊന്നും ഇല്ല ഇപ്പം. ഇതൊരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറക്കമില്ലാത്തതാണ്. അതൊരു അത് മാത്രമല്ല, ഇവരുടെ പരിപാടി എല്ലാം മാറിയല്ലോ. ഇവരുടെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആയല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ആദ്യത്തെ മോളുണ്ടായപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാൾ അവിടെ ഉണ്ട്. ആൻഡ് എനിക്കായിട്ട് എൻ്റെ ലൈഫേ ഇല്ല. ഇനി ഈ കുട്ടിയുടെ ലൈഫാണ്, അതാണ് എൻ്റെ ലൈഫ്. ഞാൻ ഇത്രയും നേരം നാളെ എക്സ്പീരിയൻസ് ചെയ്ത ഫ്രീഡം, ഇൻഡിപെൻഡൻസ് ഒക്കെ കംപ്ലീറ്റ്ലി പോയി. സോ ആ ഒരു സെൻസ് ഓഫ് ലോസ് ഉണ്ടല്ലോ, ഇറ്റ്സ് ആക്ച്വലി എ പ്രോസസ് ഓഫ് ഗ്രീഫ് ഓൾസോ. നമുക്കൊരു ലോസ് ഓഫ് അവർ ഐഡൻറ്റിറ്റി ആണ്. പക്ഷെ ആരും അത് സമൂഹത്തെ തുറന്ന് സംസാരിക്കാതെ ഇല്ല. ഇപ്പം ഞാനൊരു റീൽസ് ചെയ്തായിരുന്നു. ലൈക്ക് പഴയ ഞാൻ പുതിയ എന്നോട് സംസാരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഉറക്കമില്ല, എൻ്റെ ശരീരം എൻ്റെ എല്ലാം മൊത്തം മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷമങ്ങളാണ് ഞാൻ അതിൽ പറയുന്നത്. ഈവൻ അതിൽ കമൻസ് ഉണ്ട്, പിന്നെ എന്തിനാണ് നീ പണിക്ക് നിൽക്കുന്നത്, പിന്നെ എന്തിനാണ് കുട്ടി ഉണ്ടാക്കാൻ പോകുന്നത്, മാതൃത്വം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായ അത്രയും ദൈവീകമായ ഒന്നല്ലേ, അതിനെന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണിക്കുന്നത്. പുരുഷന്മാർ തന്നെയാണ് കമന്റ് ഇട്ടേക്കുന്നതും. ഒരിക്കലും അത് ഇടില്ല. അപ്പൊ അവരനുഭവിക്കാത്ത ഒരു കാര്യം എന്താണ് അവർ വളരെ നിസാരവൽക്കരിച്ച് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത്? ശരിക്കും നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഞാൻ അമ്മയാവാൻ എനിക്ക് ഇഷ്ടമല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് അമ്മ ആവണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. എനിക്ക് അമ്മയാവണം, എനിക്കിപ്പോൾ ഇവനാണ് എനിക്ക് ഏറ്റവും വലുത്. പക്ഷെ അതിൻ്റെ കൂടെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അതൊന്നും ആരെങ്കിലുമൊക്കെ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത്രേ ഉള്ളൂ, ഒന്ന് മനസ്സിലാക്കുക. ചിലതൊക്കെ ഭയങ്കര പുച്ഛാണ് നമ്മളോട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ എല്ലാവരും അണ്ടർഗോ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ അവർക്ക് സപ്പോർട്ടായിട്ട് ഞാൻ നിൽക്കുന്നില്ലേ, അത് പലർക്കും ഇഷ്ടമല്ല. അതും ഇഷ്ടമല്ലാത്ത ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. കമന്റ്സ് എന്താണ്, മൊണ്ണയാണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കമന്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫേസുള്ള പ്രൊഫൈലിൽ നിന്നല്ല വരുന്നത്. അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ അത് അവർ കമന്റ് ബോക്സിൽ നിന്ന് തീർക്കും. നമ്മളത് മൈൻഡ് ചെയ്യാതെ ചിലതൊക്കെ വിടും. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം എൻ്റെ വീട്ടിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അയ്യോ, അതൊരു കമന്റ് വന്നാണ്. അത് സ്ഥിരം വരുമായിരുന്നു. ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, ഇവൻ വീടില്ലേ, ഇവൻ അച്ചി വീട്ടിലാണോ താമസിക്കുന്നത്. എൻ്റെ നാട് ട്രിവാൻഡ്രമാണ് ചേച്ചി. ഞാനിവിടെ പത്തടിപ്പാലത്താണ് താമസിക്കുന്നത്. അവിടെ ഒരു റെന്റഡ് ഹൗസിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഒരു 4 വർഷമായിട്ട് അവിടെ താമസിക്കുന്നത്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നൊരു 10 ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അവളുടെ വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്നിട്ടില്ല. മീൻസ് അവിടെ താമസിച്ചിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സ്പേസ് വന്നാൽ എനിക്ക് ഉറങ്ങാൻ പറ്റും. അങ്ങനെ കുറേ ഒരു പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇങ്ങനെ കിടക്കുന്നെന്നാണ് അവരുടെയൊക്കെ വിചാരം, കമൻ്റ് ഇടുന്നവരൊക്കെ. ഞാനവിടെ പോയി സ്ഥിരം പോകും. കാരണം എനിക്ക് എവളെയും കാണാൻ, എൻ്റെ കൊച്ചിനെയും കാണാം. അപ്പോൾ ഞാൻ പോയതിന് ശേഷം കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും. സത്യം പറഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫും രണ്ടാണ്. അതവർ മനസ്സിലാക്കുന്നില്ല. അക്കിയുടെ വീട്ടിൽ നിൽക്കില്ല, ഇവിടെ എൻ്റെ വീട്ടിൽ നിൽക്കില്ല. ഇവിടെ എറണാകുളത്തെ ആ ഒരു വീടാണ് ഇദ്ദേഹത്തിന്റെ സ്വന്തം വീട്. അവിടെയാണ് നിൽക്കുള്ളൂ. അവിടെ കിടന്നാലേ ഉറക്കം വരുള്ളൂ. അത് ഞാൻ എഴുതുന്ന ഒരു സ്പേസാണ്. ഞാൻ അവിടെ ഇരുന്നായിരിക്കും കൂടുതൽ എഴുതുന്നത്. അപ്പം എനിക്ക് അവിടെ ഭയങ്കര കംഫോർട്ടാണ്. ഞാൻ വേണമെങ്കിൽ ഒരു 3 ദിവസം ആ വീട്ടിനകത്ത് തന്നെ ഇരിക്കും.
പുറത്ത് ഇറങ്ങത്തേ ഇല്ല. ഗ്രീഷ്മ എനിക്കൊരു പ്രശ്നമില്ല അത്. നമ്മുടെ തരുമോനെ കൊണ്ട് പോകുമ്പോഴേ ആ നമുക്ക് അവിടുത്തെ സീൻ എങ്ങനെയാ മാറുന്നതെന്ന് കാണണം. അതിന്റെ റീൽസും കൂടി എനിക്കൊന്ന് കാണണം. അപ്പൊ ഇപ്പൊ ഉള്ള കളികളൊക്കെ മാറി. അതായത് ഇപ്പൊ ഞാൻ മാത്രല്ലേ ഇപ്പൊ പറയുന്നത് ഒരു പോസ്റ്റ്മോർട്ടം ഫേസ്. അത് ഇവനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെയും പോസ്റ്റ്മോർട്ടം തുടങ്ങും. അപ്പൊ എന്തായാലും റെസ്പോൺസിബിലിറ്റി ഈക്വൽ ആയിരിക്കും. അതൊക്കെയാണെങ്കിൽ അക്കിയുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരുന്നത് അക്കിക്ക് അത്ര ഇഷ്ടമല്ല. ഇതൊന്ന് കണ്ടറിയണം. അതെ, അവിടെയാണ് അത് ഞാനത് ഈ അവിടെയാണ് നോക്കേണ്ടത്. ഗ്രീൻ ഫ്ലാഗ് ആണോ ഗ്രീൻ ഫോറസ്റ്റ് ആണോ? റീസെൻ്റ്ലി ഞാൻ ഇവനെ ഉണ്ടല്ലോ, അവനെ കൊണ്ടൊരു പുറത്ത് പോയി, ആദ്യമായിട്ട് പുറത്ത് പോയ ദിവസം അല്ലേ, അന്ന് അവൻ ഒന്ന് വയലൻ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം ഇനി എൻ്റെ ഫ്യൂച്ചറിങ് അങ്ങോട്ട് എന്തായിരിക്കും എന്നുള്ളത്. ഭയങ്കരമായിട്ട് കരഞ്ഞു ചെയ്യും. വണ്ടിയിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ പെട്ടെന്ന് വണ്ടി ഒതുക്കിയിട്ട് അവനിങ്ങനെ എടുത്ത് പുറത്തോട്ടിറങ്ങി. കടയിലുള്ള ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും, ഞാൻ കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ. ഇവൻ അമ്മാതിരി വിളിയാ വിളിച്ചത്. റീസൺ ഒന്നുമില്ല, ഇവൻ ഉറക്കമായിരുന്നു. അക്കിയപ്പോ ആദ്യമായിട്ടാണ് അങ്ങനത്തെ പിന്നെ കരച്ചിൽ കേൾക്കുന്നത്. ഞാൻ ഡെയിലി കേൾക്കുന്നുണ്ട്. ഞാൻ പേടിച്ചു പോയി. അപ്പൊ എനിക്കത് അത്ര എഫക്റ്റ് അല്ല, പക്ഷെ അക്കി പേടിക്കുന്ന മീൻസ് ഒന്ന് ഇവൻ എന്തെങ്കിലും പറ്റിയിട്ടാണോ കരയുന്നതെന്നുള്ളൊരു ടെൻഷൻ. പിന്നെ അവൻ ഇങ്ങനെ കരയവൻ ഇങ്ങനെ എന്താ സ്റ്റക്കാവും പെട്ടെന്ന്, കരഞ്ഞിട്ട് ഇങ്ങനെ ശ്വാസം പിടിച്ചിട്ട് നിൽക്കും. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഇടയ്ക്ക് ഞാൻ കണ്ട 1-2 എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്ന് നിങ്ങൾ തമ്മിൽ തട്ടി ചെയ്യുന്ന ഒരു റീല്, അത് ഉഗ്രനായിരുന്നു. പിന്നെ വേറെ താരാട്ട് പാടുന്ന ട്യൂണിൽ കാര്യങ്ങൾ അങ്ങോട്ടും സംസാരിച്ചു. അത് കൂടുതൽ ഞാനും അമ്മയും തമ്മിലാണ് അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ആൻഡ് ഇതിനകത്ത് ഒരു മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്ന അമ്മയാണ്. അപാര ആക്ടിങ് ആണ് അമ്മയുടെ എങ്ങനെയൊക്കെയോ വലിച്ചു കയറ്റിയതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അമ്മ സെറ്റാണല്ലേ കംപ്ലീറ്റ്ലി. അമ്മ ഇപ്പൊ സെറ്റാണ്. പക്ഷെ ഇപ്പം വന്നേ പിന്നെ അമ്മയ്ക്ക് ഈ ഉറക്കത്തിന്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് അമ്മനെ റീൽ ചെയ്യാൻ വിളിച്ചമ്മ വരില്ല. നമുക്ക് ഉറങ്ങണം എന്ന് പറയും. എന്നാലും ഞാൻ നിർബന്ധിച്ചൊക്കെ വരും. ഇപ്പൊ അമ്മ അങ്ങനെ കുറവാണ്. ഇപ്പൊ വീഡിയോസിൽ അമ്മ ഉള്ളത് കുറവാണ്, നോക്കിയാൽ അറിയാം. ഇപ്പൊ കൂടുതൽ ഞാനൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഗ്രീഷ്മ, നമ്മുടെ ഇൻകം സോഴ്സ് എഫക്റ്റ് ആയിട്ടില്ലേ? ഹൗ ഡു യു മെയിൻറ്റെയിൻ ദാറ്റ്? അത് ഡിഫിക്കൽട്ട് ആവില്ലേ when you sustaining as an influencer തന്നെ? ഞാൻ ആ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് ഞാൻ ഇപ്പോഴും വീഡിയോസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. കാരണം അക്കിയും ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ കോണ്ടന്റ്സ് ഒക്കെ കൊണ്ടുവരുന്നത് അക്കിയാണെന്ന്. അത് ഈ ഒരു ഇൻകം ഞങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് അക്കി അങ്ങനെ കൊണ്ടുവരുന്നത്. കാരണം എനിക്ക് പറ്റുന്നത്, ഞാനത് ഓൾറെഡി ഫസ്റ്റേ തുടങ്ങി ഞാൻ അക്കി എടുത്ത് പറയും. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് അക്കി എനിക്ക് ചിലപ്പോൾ ഇതിങ്ങനെ പോകെ ഒരു മേ ബി പ്രഗ്നൻസിയുടെ ലാസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ അക്കി മോട്ടിവേറ്റ് ചെയ്യാം, അത് കുഴപ്പമില്ല, ഞാനില്ലേ നമുക്ക് ചെയ്യാം. പക്ഷെ അക്കി തരുന്നൊരു മോട്ടിവേഷനിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അക്കി എന്തെങ്കിലും കണ്ടന്റ് കൊണ്ടുപോയി തരും. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രൊമോഷൻ വർക്ക് വന്നാൽ ഞാൻ അവർക്ക് എന്താണോ വേണ്ടത്, അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് അവർ പറയും. ഞാൻ അതേപടി അക്കിക്ക് കൊടുക്കും. അക്കി അത് ബേസ് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് അക്കി തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവരും. ഞാനത് ആക്ട് ചെയ്ത് കൊടുക്കും. ബാക്കിയെല്ലാം ഇപ്പം അക്കി തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. കാരണം എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പം ഞാനല്ലാത്തൊരു ഫേസ് ആണ്. എനിക്കിത് ആരോടെങ്കിലും ഓപ്പണായിട്ട് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കുന്നുള്ളൊരു ഇതുകൊണ്ട്. കാരണം എനിക്ക് പറ്റുന്നില്ലെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ വേണമെന്ന് വെച്ചാൽ ഞാൻ അമ്മയായിട്ട് അയ്യോ എനിക്കിത് പറ്റുന്നില്ല ഞാനിങ്ങനെ ഒരാളുടെ അടുത്ത് പറയാം. അപ്പം അവിടെ ഈ മോം ഗിൽറ്റ് വരും, അടിക്കും. ഗ്രീഷ്മ ഇങ്ങനെ തുറന്നു പറയുന്നതുകൊണ്ട് ഗ്രീഷ്മ കുറേ പെൺകുട്ടികൾക്ക് അവർക്കുണ്ടാക്കുന്ന ഒരു സ്പേസും കൂടിയാണ് ഗ്രീഷ്മ. കാരണം എനിക്കറിയാം, എനിക്ക് എൻ്റെ കുഞ്ഞുണ്ടായി, ഞാൻ അതിനെക്കുറിച്ചൊരു യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കിയിരുന്നു. എനിക്ക് ആദ്യത്തെ മോളുണ്ടായി ഞാൻ സിവിയർ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഫേസ് ചെയ്തത്. പക്ഷെ അന്ന് അതൊരു പോസ്റ്റ്മോർട്ടം ആണെന്നോ ഡിപ്രഷൻ ആണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. ലൈക്ക് മണിക്കൂറോളം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇമോഷണലി നമ്പായിട്ടിരിക്കുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. ഇവളെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് ഇവളുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തൊരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് എത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. നമുക്കൊക്കെ എന്താ അറിയാന്നുള്ള, ഇവളിപ്പം വഴക്ക് കൂടുന്നു, നിർത്ത് എന്ന് പറയാൻ നിർത്തി. അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോഴുന്നു നിർത്ത് എന്ന് പറയാൻ നിർത്തും. ആര് പറയാനോ ആര് കേൾക്കാനോ. ലൈക്ക് ഇപ്പം കുഞ്ഞിനൊരു അസുഖം വന്നാൽ അമ്മയാണ് ബ്ലെയിം ചെയ്യുക. കുഞ്ഞായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് വന്നാലും അമ്മയ്ക്കിട്ടാ കിട്ടുക. അച്ഛന്മാരെ സേഫാണ് എപ്പോഴും. എല്ലാം സെറ്റിൽ ചെയ്ത ഒരാളുടെ കൂടെ ലൈഫ് ആക്ച്വലി ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും എനിക്കൊന്നും ചെയ്യാനില്ല.